എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകും. എന്ത് പറ്റി അമ്പലത്തിൽ പോവാൻ? ഇന്നെന്റെ പിറന്നാളാണ്. അതെ ഗൈസ്, അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ഞാൻ ഒരു 2023-22 ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. എന്ന് വെച്ചാൽ ബർത്ത്ഡേ ആണല്ലോ, അങ്ങനത്തെ ഒരു തോന്നലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഒന്നിനോടൊരു താല്പര്യമില്ല. ഒന്നിനോടൊരു താല്പര്യമില്ല. ബർത്ത്ഡേ ആണ്, എന്തൊരു എല്ലാവരും നോർമൽ ഡേ പോലെ തന്നെ ഫീൽ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്രയൊക്കെ നോർമലാക്കാൻ നോക്കിയാൽ നമ്മുടെ ചുറ്റിനുള്ള കുറച്ച് 3-4 പേരുണ്ടാവുമല്ലോ, അത് എത്രത്തോളം സ്പെഷ്യലാക്കാൻ പറ്റോ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഡേ അവർ സ്പെഷ്യലാക്കാനായിട്ട് നോക്കും. പക്ഷേ 2019 ഞാനുണ്ടല്ലോ, സ്റ്റേറ്റസ് കൂട്ടി സ്റ്റോറി ആരെങ്കിലൊക്കെ മെൻഷൻ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് അതെടുത്ത് ആഡ് ചെയ്ത് എടുത്തിടുന്നുണ്ട്. പിന്നെ ആരുടെയെങ്കിലൊക്കെ ഒരാളുടെ ബർത്ത്ഡേ ഒക്കെ എടുത്ത് സ്റ്റോറി ഇടല് അങ്ങനെയൊക്കെ ആയിരുന്നു. സ്റ്റോറി ഇടലൊക്കെ ട്രെയിൻ പോലെയായിരുന്നു. ആരെങ്കിലൊക്കെ സ്റ്റോറി ഇടണമെങ്കിൽ അത് അപ്പം തന്നെ ആഡ് ചെയ്യും. അങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ സ്റ്റേറ്റസ് ഒക്കെ എടുത്താണ്ട് നിരത്തിലായിരുന്നു പണി. ഇപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റസ് അല്ല, സ്റ്റേറ്റസ് ഇടൽ പൊതുവെ കുറവായിരുന്നു ആ ടൈമിലായാലും. എന്തെങ്കിലുമൊക്കെ ഫിലിമിലെ സോങ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ അങ്ങനെ ഇടാറുള്ളൂ. അപ്പൊ 2019 എന്തോരം മാറ്റങ്ങളല്ല ഉണ്ടായിരിക്കണം. 2026 ആയപ്പോഴത്തേക്കും അന്നൊക്കെ എല്ലാം ഭയങ്കര ഇങ്ങനെയായിരുന്നു. ഇന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതായിട്ട് എനിക്ക്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയണ കണക്ട് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതോ. പിന്നെ തോന്നും പ്രായമായിട്ടാണോ ഏജ് ആയിട്ടാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നതൊക്കെ. പക്ഷെ അല്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ. പിന്നെ എനിക്കിപ്പോ തോന്നാറുണ്ട്, എനിക്ക് എന്റെ ലൈഫിൽ എന്തൊക്കെ സന്തോഷങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എനിക്കത് ഒരു സർക്കിൾ പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ആവില്ല. അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നിപ്പോ എന്റെ ചേച്ചി എന്റെ ഒപ്പം ഇല്ല, അഞ്ചിയൊക്കെ നമ്മുടെ ഒപ്പം ഇല്ലാനിട്ടും നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അവരവിടെ നിന്നിട്ട് വരെ ഓരോന്നൊക്കെ സ്പെഷ്യലാക്കാൻ നോക്കും. അതൊക്കെ നാളെ പറയാം, നാളത്തെ വീഡിയോയിൽ പറയാം. നാളെ വീഡിയോ എടുത്താൽ ഞാൻ പറയാട്ടാ. അങ്ങനെ പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എന്റെ ഓഫീസിലവര്. ഞാൻ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യണത് എനിക്ക് തോന്നുന്നു 2023 അത് കഴിഞ്ഞിട്ട് എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണം. അതായത് ഞാൻ പറയും കേക്കൊന്നും കട്ട് ചെയ്യണ്ടട്ടാ, കേക്കൊന്നും വേണ്ടട്ടാ, ഇങ്ങനെ പറയും. എനിക്ക് എന്തോ താല്പര്യമില്ല. അപ്പൊ ഇന്ന് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും ഓഫീസിലെന്റെ ഗൈസ് അവരെനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യിപ്പിച്ച്. എന്തോ ഓഫീസിലുള്ളവരൊക്കെ എനിക്ക് എന്തോ ഫാം പോലെയാണ് കേട്ടാ. അത്രയും ഭയങ്കര കാര്യമാണ് എനിക്ക് എല്ലാവരോടൊപ്പം താങ്ക്സ് കേട്ടാ. എന്നെ വിഷ് ചെയ്തവരും എന്റെ ബർത്ത്ഡേ സ്പെഷ്യലാക്കി തന്നതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ സംസാരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വല്ല കട്ടായിട്ടിരിക്കണേ തോന്നൂട്ടാ. ഒരു സൈൻ ലബാൻ കഴിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതാണ് ഞാൻ നേരത്തെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ പക്ഷെ പറ്റാനുള്ള. അതൊരു 3 സ്പൂൺ കഴിച്ചപ്പോഴത്തേക്കും മത്ത് പിടിച്ചിട്ട് പറ്റണ്ടായില്ലട്ടാ. ഇനി എന്റെ കിളി പോയിരിക്കും കേട്ടോ.